നമസ്കാരം, ന്യൂമറിസ് കാർസിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മുന്നിൽ പരിചയപ്പെടുന്ന 2015 മോഡൽ സെക്കൻഡ് ഓണർ 95,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഹോണ്ട ജാസ് ആണ്. ഈ വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 2015 മോഡൽ ഹോണ്ട ജാസ് വി വാഹനമാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ബോണറ്റ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ യാതൊരുവിധ റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല. വളരെ മികച്ച ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്ന വാഹനമാണ്. ഫ്രണ്ട് ഹെഡ് ലാംപ്സ്, അതുപോലെ തന്നെ ഫ്രണ്ട് ഗ്രില്ല്, വശങ്ങളിലേക്കൊക്കെ വരികയാണെങ്കിൽ ഫ്രണ്ട് സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ്. യാതൊരു സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫ്രണ്ട് ടയർ നോക്കുകയാണെങ്കിൽ അബവ് 60% ടയേഴ്സ് വരുന്നുണ്ട്. അപ്പോളോൻ്റെ ടയറാണ് വരുന്നത്. അതുപോലെ തന്നെ കമ്പനി ജെന്യൂൻ അലോയ് വീൽസാണ് വരുന്നത്. വശങ്ങളിലേക്കൊക്കെ വരികയാണെങ്കിൽ ഇൻഡിക്കേറ്ററോട് കൂടിയിട്ടുള്ള ഇൻറ്റേർണൽ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മിററാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് വശങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഡോർസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഷോൾഡർ ലൈന്, ബോഡി ലൈൻസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മികച്ച ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കുന്നു. യാതൊരുവിധ ഡാമേജസോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ബാക്ക് ടയർ നേരത്തെ സൂചിപ്പിച്ച പോലെ 60% ടയേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോളോൻ്റെ ടയറാണ് വരുന്നത്. കമ്പനി ജെന്യൂൻ അലോയ് വീൽസാണ് വരുന്നത്. അപ്പോൾ 4 അലോയും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ്. വേറെ പരിക്കുകളോ ഒന്നുമില്ല. ബാക്ക് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ റൂഫ് മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സൊക്കെ നോക്കി കഴിഞ്ഞാൽ വളരെ മികച്ച ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കുന്നു. യാതൊരുവിധ ഡാമേജസോ ഒന്നുമില്ല. ഡീഫോഗർ ലൈൻ വരുന്നുണ്ട്. ഇതൊരു വി ഓപ്ഷൻ വാഹനമായതുകൊണ്ട് തന്നെ ബാക്ക് വൈപ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 304 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അത്യാവശ്യം ഒരു ഫാമിലിക്ക് വേണ്ട ലഗേജസ് കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ള സംവിധാനങ്ങൾ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ സ്റ്റെപ്പിനി ടയറൊന്നും യൂസ് ചെയ്യാത്ത ഒരു സ്റ്റെപ്പിനി ടയറാണ് ഉള്ളത്. വളരെ മികച്ച ഫിനിഷിങ്ങിലും ക്വാളിറ്റിയിലും തന്നെ നിൽക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ഇതിൻ്റെ പഞ്ചിങ്ങും പേസ്റ്റിങ്ങും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മികച്ച ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. യാതൊരുവിധ പരിക്കുകളോ ഒന്നും പറ്റാത്തൊരു വാഹനമാണ്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ്. അത് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള വാഹനം തന്നെയാണ്. എക്സ്റ്റീരിയർ ക്വാളിറ്റി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മികച്ച എക്സ്റ്റീരിയർ ക്വാളിറ്റി ഉള്ളൊരു വാഹനമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. 15 മോഡൽ സെക്കൻഡ് ഓണർ 95,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഹോണ്ട ജാസിൻ്റെ ഇൻറ്റീരിയറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഡാഷ്ബോർഡ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മികച്ച ക്വാളിറ്റിയിൽ നിൽക്കുന്ന കമ്പനിയിൽ നിന്ന് വന്ന അതേ രീതിയിൽ തന്നെ നിൽക്കുന്നു. ഡ്യുവൽ എയർ ബാഗ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻബിൽറ്റ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് ഈ വാഹനത്തിന് വരുന്നത്. മാനുവൽ ഗിയർ ബോക്സോടുകൂടി വരുന്ന വാഹനമാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സീറ്റ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ജെനുവിൻ ആക്സസറീസ് ആയിട്ടുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റൂഫൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ്. വളരെ മികച്ച രീതിയിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു വാഹനം തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഡീറ്റെയിൽസിലേക്ക് എടുക്കാം. അപ്പോൾ ഈ വാഹനത്തിന് വരുന്ന 1200 cc പെട്രോൾ എഞ്ചിനാണ്, IVTEC പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. അതുപോലെ തന്നെ 90 bhp പവറും 110 Nm ടോർക്കുമാണ് ഈ വാഹനത്തിന് കരുത്ത് വരുന്നത്. ഈ വാഹനത്തിൻ്റെ ARI സർട്ടിഫൈഡ് മൈലേജ് പറയുന്നത് 17 km/ലിറ്ററാണ്. എന്നിരുന്നാൽ തന്നെ അത്യാവശ്യം നമുക്ക് ഒരു 15-16 മൈലേജ് കിട്ടുന്ന ഒരു വാഹനം തന്നെയാണിത്. അപ്പോൾ ഈ മികച്ചൊരു വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ വാഹനത്തിൻ്റെ വിലവരത്തിലേക്ക് നമുക്ക് എടുക്കാം. 2015 മോഡൽ ഹോണ്ട ജാസ് വി വേരിയൻറ്റിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 4,48,000 രൂപയാണ്. സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഈ വാഹനം നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ന്യൂമറിസ് കാർസ് കേരളയിലാണ്. ന്യൂമറിസ് കാർസ് കേരളയ്ക്ക് ആലുവയിൽ 2 ഷോറൂമാണ് ഉള്ളത്. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. മറ്റൊരു വാഹനത്തിൻ്റെ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.